അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കമ്പനി റൂൾ വരുന്ന സംഭവങ്ങൾ നോക്കിയായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1858 ശേഷം വരുന്നത് ക്രൗൺ റൂളാണ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നുണ്ട്. ഡോക്ടറൈൻ ഓഫ് ലാപ്സ് ഒക്കെ വഴി ഇന്ത്യക്കാരെ ഒരുപാട് മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വാർ ഇൻഡിപെൻഡൻറ്റ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യയിലുള്ള ഭരണ നിർവഹണത്തിനെ പറ്റി അങ്ങ് ചിന്തിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യും, ഡോക്ടറൈൻ ഓഫ് ലാബ്സ് നിർത്തലാക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചു പോകുന്ന നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി തുടരാമെന്നുള്ള രീതിയിലോട്ട് ഒരു ഇത് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ വരുത്തിയ മാറ്റങ്ങളൊക്കെ വിളംബരം ചെയ്യുന്നതാണ് 1858 നവംബറിൽ വിളംബരം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന വിക്ടോറിയ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ആ ടൈമിൽ ക്യൂൻ വിക്ടോറിയ ആയിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ഒരു നല്ല എന്താ പറയുക ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ആക്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ ആക്ട് ഓഫ് ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മാഗ്ന ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഈ ഒരു ആക്ട് തന്നെയാണ്. മാഗ്ന ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഈ ഒരു ആക്ട് ആണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഈ പറയുന്ന മാഗ്ന ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ആക്ട് വഴി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ഫുള്ള് പവറും അബോളിഷ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഗവർണർ ജനറൽ കീഴിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ കളയുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം എന്ത് ചെയ്യും, അവര് ഇതിന്റെ കൂട്ടത്തിൽ അബോളിഷ് ചെയ്യും. ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം എന്ത് ചെയ്യും, അബോളിഷ് ചെയ്യും. അതായത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയാൻ മേലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഓക്കെ, അങ്ങനെ ക്യൂവിൻ്റെ കയ്യിലോട്ട് പവർ വരും. ഓക്കെ, ക്യൂവിനാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിനായിട്ട് പുതിയൊരു ആളെ ചുമതലപ്പെടുത്തും. ഓക്കെ, ആ ആള് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ സഹായിക്കാൻ ഒരു 15 അംഗ കൗൺസിലിനെയും ചുമതലപ്പെടുത്തും. ഓക്കെ, ഒരു 15 അംഗ കൗൺസിലിനെയും ചുമതലപ്പെടുത്തും. ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിനെയാണ് നമ്മൾ SOS എന്നറിയപ്പെടുന്നത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിനെയാണ്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്ച്വലി എവിടെ, ബ്രിട്ടീഷ് പാർലമെന്റിലാണ്. അതായത് പുള്ളി എവിടെ ഇരിക്കുന്നത്, ലണ്ടനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഇന്ത്യയിൽ ഒരാളെ ചുമതലപ്പെടുത്തും. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇന്ത്യയിൽ ഇതിനെ ചുമതലപ്പെടുത്തും. അതിനെയാണ് നമ്മൾ വൈസ്രോയി എന്ന് പറയുന്നത്. ആ വ്യക്തിനെയാണ് വൈസ്രോയി എന്ന് പറയുന്നത്. ഈ വൈസ്രോയി എന്ന് പറയുന്നത് ആക്ച്വലി പുതിയൊരു പോസ്റ്റ് അല്ല. നേരത്തെ ഇവിടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒന്ന് മാറ്റി വൈസ്രോയി എന്നാക്കിയതാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ആദ്യത്തെ വൈസ്രോയി. സോ ലോർഡ് കാനിങ് ആണ് ഇങ്ങനെ വരുന്ന ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലിയാണ്. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 1858 ആക്ടിന് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ആക്ട് ഓഫ് ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ അബോളിഷ് ചെയ്തു. സോ നമ്മുടെ ആ പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതേപോലുള്ള സിസ്റ്റം, ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഇല്ലാതായി. ദെൻ SOS വരും, വൈസ്രോയി വരും. ആദ്യത്തെ വൈസ്രോയി, ആദ്യത്തെ ഗവർണർ, ആദ്യത്തെ SOS, ഇതെല്ലാം ഓർത്തിരിക്കണം. പിന്നെ 15
അംഗ കൗൺസിലുകൾ. ഇതൊക്കെയാണ് ഈ ഒരു 1858 ആക്ടുകളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അബോളിഷ് ചെയ്തു. ദെൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വന്നു, ദെൻ SOS വന്നു, 15 കൗൺസിൽ, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇതൊക്കെയാണ് 1858 ആക്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് വരുന്ന എല്ലാം കൗൺസിൽ ആക്ടുകളാണ്. നമുക്ക് പഠിക്കാനുള്ളത് 1861 ഉണ്ട്, 1892 ഉണ്ട്, 1909 ഉണ്ട്. ഇതൊക്കെ കൗൺസിൽ ആക്ടുകളാണ് വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 1861 കൗൺസിൽ ആക്ട്. 1861 കൗൺസിൽ ആക്ട്. അപ്പോൾ 1861 കൗൺസിൽ ആക്ടിൽ ആക്ച്വലി ലോ മേക്കിംഗ് പ്രോസസ്സിലോട്ട് ഇന്ത്യക്കാരെ ക്ഷണിക്കുവാണ്. പക്ഷേ ഇത് ആക്ച്വലി കറക്റ്റായിട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്ഷണിക്കുവാണോ ഓക്കെ ആണോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം വൈസ്രോയുടെ കൗൺസിലിലോട്ട് ആൾക്കാരെ ക്ഷണിക്കുവാണെന്ന് പറയും. ഓക്കെ, ഈ വൈസ്രോയിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിനാണ് പവർ കൂടുതൽ. ഇതിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1874 ആകുമ്പോൾ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, അതായത് PWD കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് 6 എക്സിക്യൂട്ടീവ് കൗൺസിൽ 6 പേരാവും. ഓക്കെ, ആക്ച്വലി ഈ ഒരു ആക്ട് വഴി 1861 ആക്ട് വഴി 1859 നമ്മൾ ഇതിലെന്ത് ചെയ്യും, പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. അതായത് ഹോം മിനിസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഹോം, മിലിറ്ററി, ലോ, റവന്യൂ, ഫിനാൻസ്, ഇങ്ങനെ ഇവർക്ക് പോർട്ട്ഫോളിയോ കൊടുക്കും. അതിലോട്ടാണ് നമ്മൾ പറഞ്ഞ 1874 PWD ആഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു 1853 ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു 6 മെമ്പേഴ്സ് ഉണ്ട്. 4 ഇന്ത്യക്കാരും, 4 ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവും, 2 ബ്രിട്ടീഷ് റെപ്രസെൻറ്റേറ്റീവും. ദെൻ ഈ ഒരു 1861 ആക്ട് വഴി ഈ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടി കമ്പൈൻ ചെയ്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യും. എക്സിക്യൂട്ടീവ് കൗൺസിലെ മെമ്പേഴ്സ് 6 നിന്ന് 12 മാറും. ഇനി ഈ ഒരു സംഭവം കൂടാതെ നമ്മുടെ വൈസ്രോയിക്ക് ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുക. ആ നോമിനേറ്റ് ചെയ്യുന്നവരെ ഒഫീഷ്യൽസ് എന്നും നോൺ ഒഫീഷ്യൽസ് എന്നും തരംതിരിച്ചിരുന്നു. ആക്ച്വലി ഈ ഒരു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിലോട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഇന്ത്യക്കാരെ ക്ഷണിച്ചു എന്ന് പറയുമെങ്കിലും ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിലോട്ടാണ് ഇപ്പോൾ ഈ 1861 ആക്ടിൽ എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ എടുക്കുന്നത്. അതിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് എന്താ പറയുന്ന ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുക്കുന്ന ആളാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നല്ല ബന്ധത്തിലുള്ളവർ, അതുപോലെ തന്നെ ദിവാന്മാർ, ഇതേപോലുള്ള ആൾക്കാരെയായിരുന്നു ഈ ഒരു മെമ്പേഴ്സിലോട്ട് തിരഞ്ഞെടുത്ത. അങ്ങനെ 1861 ആക്ട് വഴി 3 പേരാണ് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിലോട്ട് തിരഞ്ഞെടുത്തത്. ആ 3 പേരാണ് രാജ ഓഫ് ബനാറസും മഹാരാജ ഓഫ് പാട്യാലയും ശ്രീ ദിനകർ റാവു. ആ ഒരു 3 പേരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ലോ മേക്കിങ്ങിൽ ഇന്ത്യക്കാരെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി അവർക്ക് പ്രത്യേകിച്ച് അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ ഇത് കൂടാതെ നമുക്ക് ഗവർണർ, ഈ പറയുന്ന വൈസ്രോയിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു ആക്ട് വഴി കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള കഴിവ്, ഇഷ്യൂ ചെയ്യാനുള്ള കഴിവ് ആർക്ക് കിട്ടുന്നുണ്ട്, ഈ പറയുന്ന വൈസ്രോയ്ക്ക് കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ലോ ആണ്, 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു ടെമ്പററി ലോ ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന്, എമർജൻസി ആവശ്യത്തിന് ഒരു ലോ പുറപ്പെടുവിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആർക്ക് ചെയ്യാം, ഈ വൈസ്രോയ്ക്ക് ഇഷ്യൂ ചെയ്യാം. അതിനാണ് ഓർഡിനൻസ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് കൂടാതെ നമ്മുടെ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എവിടെയൊക്കെ, ബംഗാള്,
നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസസ്, പഞ്ചാബ് എന്നിവിടങ്ങളിലായിട്ട് പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ഈ 1861 ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1861 ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 1892 ആക്ട്. 1892 ആക്ട് പറയുമ്പോൾ അതിന് മുമ്പ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണം. 1885 ആകുമ്പോൾ ആര് വരുന്നുണ്ട് ഇവിടെ? INC ഫോം ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും INC കുറെ ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെ ഇന്ത്യക്കാരെ ആക്ച്വലി ആ ഒരു കൗൺസിലിലോട്ട് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പവറുകളും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കാൻ തുടങ്ങും. അപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ഇൻക്രീസ് ചെയ്യാം എന്നൊരു തീരുമാനമാകും. ഇത് കൂടാതെ ഇന്ത്യൻ മെമ്പേഴ്സിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പവറും കൊടുക്കും. ദെൻ ഇപ്പോഴും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പവറും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പവറാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ചോദ്യം അങ്ങോട്ടേക്ക് ചോദിക്കാം. ഇത്രയും പവറുകൾ മാത്രം എന്ത് ചെയ്യും 1892 ആക്ടിൽ ഉന്നയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. 85 ശേഷം എന്ത് വരുന്നു, നമ്മുടെ കോൺഗ്രസ് വരുന്നു. കോൺഗ്രസ് വന്നതിന് ശേഷം ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കുന്നു. സോ ബഡ്ജറ്റ് അഡ്രസ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുന്നു, ഇന്ത്യൻ മെമ്പേഴ്സിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വരുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 1909 കൗൺസിൽ ആക്ട്. 1909 കൗൺസിൽ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെന്തെന്ന് പറയും, മിൻറ്റോ മോർലി റീഫോം എന്ന് പറയും. ഇനി ആക്ച്വലി എന്തുകൊണ്ടാണ് ഇതിനെ മിൻറ്റോ മോർലി റീഫോം എന്ന് പറയുന്നതെന്ന് ആലോചിക്കണം. ഇത് രണ്ട് പേരാണ്, മിൻറ്റോ മോർലി രണ്ട് പേരാണ്. മിൻറ്റോ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഇവിടുത്തെ ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. അതേസമയം മോർലി എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. മോർലി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ SOS ആയിരുന്നു. ഓക്കെ, ദെൻ ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. 1905 ആകുമ്പോൾ ഇവിടെ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നുണ്ട്. 1906 ആകുമ്പോൾ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അതിനോട് കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. അതായത് അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നൊന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, ഒരു സ്ഥലത്തിനെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 8 മുസ്ലിമും 2 നോൺ മുസ്ലിംസും ഉണ്ട്. അപ്പോൾ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണ് എങ്കിൽ, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന 8 പേരിൽ നിന്ന് 2 പേർക്ക് മത്സരത്തിൽ ഒരു എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ 2 പേർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന മുസ്ലിംസിന്റെ, ഓക്കെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 2 പേർക്ക് പങ്കെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇവർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആരെ ജയിക്കുള്ളൂ? മുസ്ലിംസ് ആണ് ജയിക്കുള്ളൂ. അപ്പൊ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ ഒരു ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? 1909 ആക്ട് വഴി നടത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോളിനെ ഫാദർ ഓഫ് ഓക്കെ, അതവിടെ ഇല്ല. ഓക്കെ, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആരെ? ഈ മോളിനെ മിൻറ്റോനെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ വേറൊരു ആവശ്യമായിരുന്നു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. എന്ന് പറയുന്നത് നമ്മൾ 6 മെമ്പറുള്ള പവർഫുൾ ആയിട്ടുള്ള, അതിലോട്ട് 2 പേര് വേണം. ആ 2-ൽ ഒരാൾ മുസ്ലിങ്ങളായിരിക്കാം. പക്ഷേ ഈ ഒരു ആവശ്യം ഇവിടെ 1909 ആക്ടിൽ എന്താകുന്നില്ല, ഓക്കെ ആകുന്നില്ല. ഓക്കെ, 1909 ആക്ടിൽ ഓക്കെ ആകുന്നില്ല. പകരം ഒരാളെ ചൂസ് ചെയ്യും. ആ ഒരാൾ എന്ന് പറയുന്നത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഈ പറയുന്ന നമ്മുടെ സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഇതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത നോക്കാനുള്ളത് ഈ പറയുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 16 നിന്ന് 60 മാറി എന്ന് പറയുന്നു. അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അഡീഷണൽ മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള
അധികാരം വൈസ്രോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഈ അഡീഷണൽ മെമ്പർ 1892 10:16 മിനിമം 10ഉം മാക്സിമം 16ഉം ആയിരുന്നു എന്ത് വന്നിരുന്നത്, അഡീഷണൽ മെമ്പേഴ്സിന്റെ എണ്ണം വന്നിരുന്നത്. അതിൽ 6 ഒഫീഷ്യൽസും 10 നോൺ ഒഫീഷ്യൽസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10 നോൺ ഒഫീഷ്യൽസിൽ 5 പേരെ വൈസ്രോയി ചൂസ് ചെയ്യുന്നതും 4 പേര് നമ്മൾ പഠിച്ച 1861 പഠിച്ച ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും പിന്നെ കൂട്ടത്തിൽ ബോംബെയും കൂടി, അതായത് ബോംബെ, പഞ്ചാബ്, അതുപോലെ തന്നെ മദ്രാസ് ഇവിടങ്ങളിലേക്ക് കൗൺസിലിലെ മെമ്പേഴ്സ്. ഇത് കൂടാതെ ചേംബർ ഓഫ് കൊമേഴ്സ് കൊൽക്കത്ത എന്നുള്ള ഒരാളും കൂടി ചേർന്ന് 10 ആയിരുന്നു 1892 വരെ ഉണ്ടായിരുന്നു. ദെൻ ഈ ഒരു അഡീഷണൽ മെമ്പേഴ്സിന്റെ എണ്ണം എന്താക്കി 1909 വരുമ്പോൾ അത് 16 to 60, അതായത് മിനിമം 16 മാക്സിമം 60 എന്ന നിലയിലോട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗസംഖ്യ കൂട്ടുകയും എന്ത് ചെയ്യുന്നുണ്ട്, 1909 ആക്ട് വഴി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ SSCക്ക് അത്ര ഡീപ്പായിട്ട് അറിയേണ്ട, ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ഓർത്ത് വെക്കുക. സത്യേന്ദ്ര പ്രസാദ് സിൻഹ നല്ല രീതിക്ക് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് 1919. ഈ 1919 നമ്മുടെ ആക്ടിന് മോണ്ടഗു ഷെംഫോർഡ് ആക്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് മോണ്ടഗു ഷെംഫോർഡ് ആക്ട് എന്ന് പറയുന്നത്? ആ ഒരു ടൈമിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സാമുവൽ മോണ്ടഗു, വൈസ്രോയി ലോർഡ് ഷെംഫോർഡും ആയിരുന്നു. ഓക്കെ, ഈ ഒരു ആക്ട് വഴി നേരത്തെ നമ്മൾ പറഞ്ഞു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് 3 ഇന്ത്യക്കാരെ അലൗ ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സെൻട്രൽ ലെജിസ്ലേറ്റീവില്. ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവിനെ രണ്ടായിട്ട് അവരെന്ത് ചെയ്യും, ക്ലാസിഫൈ, 2 ഭാഗം വരും. സെൻട്രൽ ലെജിസ്ലേറ്ററിന് 2 മെയിൻ കാര്യം വരും. സെൻട്രൽ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തുവാണ്, ബ്രിട്ടീഷുകാരുടെ ആ ഭാഗത്തുള്ളത്. അപ്പോൾ അതിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയ 2 സെറ്റപ്പ് കൊണ്ടുവരും. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതേപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന 2 പുതിയ സെറ്റപ്പ് കൊണ്ടുവരും, അതായത് ലോവർ ഹൗസും അപ്പർ ഹൗസും. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൈക്യാമറലിസം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 19 ആക്ട് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷൻ ഉള്ള ഒരു സെറ്റപ്പും കൊണ്ടുവരുന്നത് 1919 ആക്ടിലാണ് കൊണ്ടുവരുന്നത്. ഇനി ഇത് സെൻട്രൽ ലെവലാണ്. ഓക്കെ, പ്രൊവിഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ നാട്ടുരാജ്യങ്ങൾ കുറെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ബോംബെ, മദ്രാസ്, അവിടങ്ങളിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടങ്ങളിലുള്ള കാര്യങ്ങളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ട്രാൻസ്ഫേർഡ് എന്നും അതേപോലെ തന്നെ റിസർവ്ഡ് എന്നും. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൊവിഷണൽ ലെവലിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സെൻട്രൽ ലെവലിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ആക്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പ്രൊവിഷണൽ സബ്ജക്റ്റുകളെ 2ആയി ക്ലാസിഫൈ ചെയ്തു, ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിലും ഗവർണറും ഇന്ത്യൻ മിനിസ്റ്റേഴ്സും ആയിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഓക്കെ, അതേസമയം റിസർവ്ഡ് സബ്ജക്റ്റുകളിൽ ഗവർണറും പുള്ളിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള മിനിസ്റ്റേഴ്സുമായിരുന്നു എടുത്തിരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് 1919 ആക്ടിനെ ബേസ് ചെയ്ത് നോക്കുന്നത്. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഓഫീസ്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്നൊരു ഓഫീസ് ലണ്ടനിൽ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1919 ആക്ട് വെച്ച് നോക്കുമ്പോൾ മോണ്ടഗു ഷെംഫോർഡ് ആക്ട് ആണ്. ദെൻ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് 3 ആൾക്കാരായി. ദെൻ പ്രൊവിഷണൽ ലെവലിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രാൻസ്ഫേർഡ് റിസർവ്ഡ് സബ്ജക്റ്റും. ദെൻ സെൻട്രൽ ലെജിസ്ലേറ്ററിനെ 2ആയിട്ട് ലോവർ ഹൗസും അപ്പർ ഹൗസും ആയിട്ട് തിരിച്ചു. സോ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡയറക്റ്റ് ഇലക്ഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇത് കൂടാതെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 1909 ആക്ട് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു,
സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ യൂറോപ്യൻ എന്നിവരിലോട്ട് കൂടി ഈ ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സെറ്റപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഇവരിലോട്ടുകൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഏതിലെ? 1919 ആക്ട് വഴി. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു 19 ആക്ടിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇന്ത്യയിൽ ഭരണനിർവഹണം നടത്തുന്നതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു കമ്മീഷൻ, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഇന്ത്യയിലോട്ട് വരും എന്നവർ പറഞ്ഞിരുന്നു. ഓക്കെ, വരും എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ പറഞ്ഞ ടെന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1929 വരുന്ന, അതിന് 2 വർഷം മുമ്പേ ആ ഒരു കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 19 ആക്ട് വഴി ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് INC പ്രതിഷേധം ഉന്നയിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഇന്ത്യക്കാരെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ പറഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് 2 വർഷം മുമ്പ് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റിന്റെ പേരാണ് സൈമൺ കമ്മീഷൻ. ഓക്കെ, സൈമൺ 7. എപ്പോഴും സൈമൺ 7 എന്ന് ഓർത്ത് വെക്കുക. എപ്പോഴും 7ന്റെ കളിയായിരിക്കും. അപ്പൊ 1927 ഓക്കെ വരുന്നത്. ദെൻ 7 മെമ്പർ കമ്മിറ്റിയാണ്. ഓക്കെ, 7 മെമ്പർ കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? സർ ജോൺ സൈമൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിൽ ഫുള്ള് ഇംഗ്ലീഷുകാരായിരുന്നു. ഈ ഒരു കമ്മീഷൻ ഇംഗ്ലീഷുകാരായിരുന്നു. സോ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണഘടനയും മറ്റും ഉണ്ടാക്കുന്നതിനായിട്ട് ഇന്ത്യക്കാർ ക്യാപ്പബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫുൾ ഇംഗ്ലീഷ് കമ്മിറ്റി എന്ന് അവർ പറയുന്നത്. അങ്ങനെ 1928 ഫെബ്രുവരി 3 കമ്മീഷൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹർത്താലുകളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഈ ഒരു ഹർത്താലിലേക്ക് ബേസിൽ ഈ ഒരു ഹർത്താലിൽ ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടാണ് ലാലാ ലജ്പത് റായ് ലാഹോറിൽ വെച്ച് ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടാണ് ലാലാ ലജ്പത് റായ് എന്ത് ചെയ്യുന്നത്, പിന്നീട് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1928 എന്ത് ചെയ്യുന്നുണ്ട്, സൈമൺ കമ്മീഷൻ ഫെബ്രുവരി 3 വരുന്നുണ്ട്. ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആക്ച്വലി 1930. ഓക്കെ, ഇവർ 1930 എന്ത് ചെയ്യുന്നത്, ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിലെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാർക്കി അബോളിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫെഡറേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫെഡറേഷൻ, കമ്മ്യൂണൽ റിസർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ എന്ത് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചു, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൽ ഇന്ത്യക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ്, ഇതിനുവേണ്ടി ഇന്ത്യക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇന്ത്യക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി അടുത്ത നോക്കുന്നത് ആക്ച്വലി കമ്മ്യൂണൽ അവാർഡാണ്. ഈ കമ്മ്യൂണൽ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റാംസെ മക്ഡൊണാൾഡ് ആണ്. പുള്ളി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു കമ്മ്യൂണൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നു. ആർക്ക്? മുസ്ലിം, സിഖ്, ഇന്ത്യൻ, ക്രിസ്ത്യൻ, ആംഗ്ലോ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിപ്രസ്ഡ് ക്ലാസ്സിലോട്ടുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഗാന്ധിജി എന്ത് ചെയ്യുവാണ്, ഇതിനെതിരെ ഫാസ്റ്റ് ചെയ്യുവാണ് അപ് ടു ഡെത്ത്. ഓക്കെ, എവിടെ വെച്ച്? യഥാവാദ ജയിലിൽ വെച്ച് ഫാസ്റ്റ് ചെയ്യുവാണ്. ഗാന്ധിജി വിചാരിച്ചത് ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. അല്ലാതെ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിന് യാതൊരുവിധ ഗുണം ഉണ്ടാകത്തില്ല. അവർ വീണ്ടും ഡിപ്രസ്ഡ് ക്ലാസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വലിയ ഗുണമൊന്നും ഇല്ല. ഓക്കെ, ആക്ച്വലി അവർ ബ്രിട്ടീഷുകാർ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന രീതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫാസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ പറയുന്ന
ഗാന്ധിജിയുടെ പാസ്റ്റ് അവസാനിക്കുന്നത് ഒരു പാക്റ്റിലൂടെയാണ്. അതിന് നമ്മൾ പൂന പാക്റ്റ് എന്ന് പറയും. ഓക്കെ, പൂന പാക്റ്റ്. അത് ആക്ച്വലി ഡിപ്രസ്ഡ് ക്ലാസിന്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ അംബേദ്കറും ഗാന്ധിജിയുടെ ബിഹാഫിൽ മദൻ മോഹൻ മാളവിയാണ് ഈ പൂന പാക്റ്റ് എന്ത് ചെയ്യുന്നത്, ഒപ്പിടുന്നത്. ഓക്കെ, പൂന പാക്റ്റ് ഒപ്പിടുന്നത്. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് ഇയർ ഓർത്ത് വെക്കണം, പ്രൈം മിനിസ്റ്ററിന്റെ ഓർത്ത് വെക്കണം, ഗാന്ധിജിയുടെ ജയിൽ ഓർത്ത് വെക്കണം, ഡിപ്രസ്ഡ് ക്ലാസിന്റെ കേസ് ഓർത്ത് വെക്കണം, സൈൻ ചെയ്ത പൂന പാക്റ്റ് ആരാ സൈൻ ചെയ്തതെന്ന് ഓർത്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 1935 1935 എന്ത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ഒരു ടൈമിൽ SOS സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറൻസ് ദുണ്ടാസ് ആയിരുന്നു ഈ ഒരു ടൈമിൽ ആര് വരുന്നത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു ആക്ട് വഴി ഒരു ഫെഡറൽ സിസ്റ്റം ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്ഥാപിക്കപ്പെടുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിഷണൽ ലെവലിലുള്ള നമ്മുടെ ഡയാർക്കി മാറ്റിയിട്ട് അത് സെൻട്രൽ ലെവലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രൊവിഷണൽ ലെവലിലോട്ടുള്ള ഡയാർക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, സെൻട്രൽ ലെവലിലോട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആക്ട് അനുസരിച്ച് 1935 ആക്ട് അനുസരിച്ച് 1937 ഇന്ത്യയിൽ ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് INC ജയിക്കും. എന്നാൽ പിന്നീട് ഈ ജയിച്ച കോൺഗ്രസ് മെമ്പേഴ്സ് എല്ലാം തന്നെ റിസൈൻ ചെയ്യും. കാരണം അതിൻ്റെ ഇടയ്ക്ക് 1939 വാർ വരുന്നുണ്ട്, വേൾഡ് വാർ വരുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരെ ആവശ്യമില്ലാതെ വലിച്ചഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ INC മെമ്പേഴ്സ് എല്ലാം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, ഹിസ്റ്ററിയിൽ കാണാം. ഇത് കൂടാതെ ഈ ഒരു ആക്ടിന്റെ ഫലമായിട്ട് 1937 ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നു, ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിക്കും. ആ ഒരു ഫെഡറൽ കോർട്ടാണ് പിന്നീട് 1950 ജാനുവരി 28 സുപ്രീം കോർട്ടായിട്ട് മാറുന്നത്. അങ്ങനെ 1937 സ്ഥാപിച്ച നമ്മുടെ ഫെഡറൽ കോർട്ടിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു 1937 സ്ഥാപിച്ച ഫെഡറൽ കോർട്ടിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മോറിസ് ലിൻഫോർഡ് ഗ്വേയർ. ഓക്കെ, അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ ഡയാർക്കി എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, സെൻട്രലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കാരണമായ ആക്റ്റും ഈ ഒരു 1935 ആക്റ്റാണ്. ദെൻ നമ്മൾ നേരത്തെ സെൻട്രലിലെ സബ്ജക്റ്റുകൾ, അതായത് കാര്യങ്ങളെ രണ്ടായിട്ടായിരുന്നു മെയിനായിട്ട് തിരിച്ചിരുന്നത്, പ്രൊവിഷണൽ എന്നും സെൻട്രൽ എന്നും. ഇത് കൂടാതെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ട് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സെൻട്രൽ മാറിയിട്ട് ഫെഡറൽ ലിസ്റ്റ് എന്ന, ഓക്കെ, സെൻട്രൽ മാറിയിട്ട് നേരത്തെ സെൻട്രൽ ലിസ്റ്റും പ്രൊവിഷണൽ ലിസ്റ്റും ആയിരുന്നു. സെൻട്രൽ മാറിയിട്ട് എന്താവും, ഫെഡറൽ ലിസ്റ്റ് ആവും. ആ ഫെഡറൽ ലിസ്റ്റിൽ 59 ഐറ്റവും പ്രൊവിഷണൽ ലിസ്റ്റിൽ 54 ഐറ്റവും ദെൻ പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യും, രണ്ടിലും കൂടിയുള്ളത് കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ 36 ഐറ്റവുമാണ് അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ദെൻ പ്രൊവിൻസസിൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്ട് വഴി പ്രൊവിൻസസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൈക്യാമറലിസം ഈ ഒരു ആക്ട് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 1935 ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫെഡറൽ കോർട്ട് ഓർത്ത് വെക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർത്ത് വെക്കണം, ദെൻ കൺകറന്റ് ലിസ്റ്റ് ഓർത്ത് വെക്കണം, ദെൻ ഓർത്ത് വെക്കേണ്ട ഡയാർക്കി അറ്റ് സെൻറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ദെൻ ആ ഒരു ജനറൽ ഇലക്ഷൻ്റെ കേസ് ഒന്ന് ഓർത്ത് വെക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഈ ഒരു സംഭവത്തിന് ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ് ചെയ്തത് മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എഞ്ചിൻ എന്നാണ്. 1935 ആക്ടിന് ശക്തമായ ബ്രേക്കുകളുണ്ട് എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു യന്ത്രം എന്നാണ് 1935 ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 35 ആക്ടിൽ നമ്മുടെ കോൺസെപ്റ്റിൽ വേണ്ടത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ